അപ്പോൾ ഇതാണ് നമ്മളുടെ മംഗലാപുരത്തുള്ള മസൂദ് കോളേജ് വരുന്നത് കേട്ടോ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. BSc നഴ്സിംഗ്, അതുപോലെ തന്നെ GNM, അലൈഡ് ഹെൽത്ത് സയൻസിന് കീഴിൽ വരുന്ന BSc OT-AT, MIT, MLT, റെസ്പിറേറ്ററി ടെക്നോളജി, അതുപോലെ തന്നെ BPT നമ്മുടെ കോളേജിലുണ്ട്. നമ്മുടെ കോളേജിൽ INC, KNC എല്ലാ രീതിയിലും അംഗീകാരമുള്ള ഒരു കോളേജാണ്. മംഗലാപുരത്ത് സരിപല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോളേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിനോ ട്രെയിനോ വരാവുന്നതാണ്. കുറച്ച് ഉള്ളിലായിട്ടാണ് നമ്മുടെ കോളേജ് വരുന്നത്. എങ്കിലും ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. 95% മലയാളീസാണ്. സ്റ്റാഫ് ആണെങ്കിൽ പോലും മലയാളി സ്റ്റാഫുകൾ നമ്മുടെ കോളേജിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോളേജിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിലെ എൻട്രി വരുന്നത് കേട്ടോ. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ അഡ്മിഷൻ ബ്ലോക്ക്, അതുപോലെ തന്നെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളുടെ മസൂദ് കോളേജിൻ്റെ BPT വരുന്നത് നമ്മളുടെ ഈ ഒരു ഫ്ലോറിലാണ് കേട്ടോ. അത് 4th ഫ്ലോറിലാണ്. അപ്പോൾ നമ്മളൊരു അഫോർഡബിൾ ഫീസിന് നല്ലൊരു ക്യാമ്പസ് നമുക്ക് BPT ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കോളേജാണ് നമ്മളുടെ മസൂദ് കോളേജ്. അപ്പോൾ നമുക്കതിൻ്റെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ BPTയുടെ ബയോമെക്കാനിക്സ് ലാബ് വരുന്നത് കേട്ടോ. അപ്പോൾ BPT എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഫിസിക്കലി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കോഴ്സാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് വന്നാലോ ഒരു ആക്സിഡൻസ് വന്നാലൊക്കെ നമ്മളുടെ പേഷ്യൻസിനെ റെഡിയാക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ BPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അവരെ ചെയ്യിപ്പിക്കാൻ നമ്മൾ പഠിക്കുന്ന ഒരു ലാബാണത് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ പാത്തോളജി ലാബ് വരുന്നത് കേട്ടോ. അത്യാവശ്യം സ്റ്റുഡൻസിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കോളേജ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നല്ല അഫോർഡബിൾ ഫീസിൽ അത്യാവശ്യം ഫെസിലിറ്റിയോട് കൂടെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു കോളേജാണ് നമ്മുടെ മസൂദ് കോളേജ്. അപ്പോൾ BPT പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഈ കാണുന്ന നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്ന നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകളാണ് വരുന്നത് കേട്ടോ. എല്ലാം ഒരേ സ്ട്രക്ചർ തന്നെയാണ്. നമുക്കിവിടെ ഓരോരോ കോഴ്സുകൾക്ക് ഓരോരോ ഫ്ലോറുകളാണ് ഉള്ളത്. ഇത് 3rd ഫ്ലോറിൽ വരുന്നത് നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ്. അതിൽ നമുക്ക് BSc OT-AT, അതുപോലെ BSc MIT, BSc MLT, അതുപോലെ BSc റെസ്പിറേറ്ററി ടെക്നോളജി, ഇങ്ങനെ 4 കോഴ്സുകളാണ് നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിൽ നമ്മുടെ മസൂദ് കോളേജിൽ വരുന്നത്. നല്ല അഫോർഡബിൾ ഫീസ് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് ക്ലാസ്സിലും ലാബ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് OBG ലാബ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഫ്ലോറിൽ നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ക്ലാസ് റൂംസും കൂടാതെ നമുക്ക് നഴ്സിംഗിൻ്റെ OBG ലാബ് വരുന്ന ഫ്ലോറും കൂടിയാണ്. ഇത് നമ്മളുടെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ലാബാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മസൂദ് കോളേജിൻ്റെ ക്ലാസ് റൂംസ് വരുന്നത്. അപ്പോൾ എല്ലാം ഇതേ രീതിയിലുള്ള ക്ലാസ് റൂംസ് ആണ്. നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹൈടെക് ക്ലാസ് റൂംസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ നഴ്സിംഗ് കോളേജ് വരുന്ന ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ തന്നെയാണ് നമ്മളുടെ കോളേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാബ്സും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ആൻഡ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ലാബ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ BSc നഴ്സിംഗ് ക്ലാസ് റൂംസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് BSc നഴ്സിംഗിൻ്റെ ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ ഈ ലാബ്സ് ഒക്കെ വരുന്നത് സെക്കൻഡും തേർഡും ഫ്ലോറുകളാണ്. അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ GNM അത് പോസ്റ്റ് BSc, നമുക്ക് നഴ്സിംഗ് തന്നെ BSc നഴ്സിംഗ്, GNM അതുപോലെ പോസ്റ്റ് BSc ആണുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. INC KNC അംഗീകാരങ്ങളെല്ലാം തന്നെ നമ്മുടെ കോളേജിൽ വരുന്നുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ മസൂദ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം കോളേജിന്റെ ഫെസിലിറ്റീസ്, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. എന്തായിരുന്നു പേര്? മാളവിക സുരേഷ്. മാളവിക ഏത് കോഴ്സായിരുന്നു? BPT ആണ് പഠിക്കുന്നത്. BPT സ്റ്റുഡന്റ് ആണ് കേട്ടോ. മാളവികയാണ്. നാട്ടിൽ എവിടെയായിരുന്നു? എറണാകുളം ജില്ലയിലാണ്. മോളുടെ പേര്? റിഫ ഏത് കോഴ്സായിരുന്നു? BSc MIT ആണ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയാണ് പഠിക്കുന്നത്. റിഫയാണ് നാട്ടിൽ വടകരയായിരുന്നു, അതായത് കാലിക്കറ്റ് ആണ് അല്ലേ? ഓക്കെ. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയാം, ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. ഫീഡ്ബാക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോൾ മസൂദ് കോളേജ് ബാക്കിയുള്ള കർണാടകയിലുള്ള ബാക്കിയുള്ള കോളേജ് വെച്ച് ബെസ്റ്റാണ്. കാരണം നമുക്ക് അത്യാവശ്യം എല്ലാത്തിനുള്ള ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ ലാബുകൾ, അതിന് നല്ല ഫെസിലിറ്റി ഉണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 9ാമത്തെ റാങ്കിൽ നിൽക്കുന്ന കോളേജാണ് മസൂദ് കോളേജ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാമായിട്ടുള്ള ഏരിയ തന്നെ, ഒത്തിരി സിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാം ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ BPT എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ക്ലാസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. BPT പ്രാക്ടിക്കൽസ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. MIT എങ്ങനെയായിരുന്നു? അക്കാഡമിക്സ് എന്ന് പറയാവോ? എങ്ങനെയായിരുന്നു ക്ലാസ് കാര്യങ്ങളൊക്കെ? മനസ്സിലാവുന്നുണ്ടോ? ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ എടുക്കുന്നതൊക്കെ മനസ്സിലാവാറുണ്ട്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾ 9th റാങ്ക് പറഞ്ഞത് എന്തായിരുന്നു? അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 9th വരുന്നതാണ് ഈ കോളേജ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ നമുക്ക് കർണാടക സ്റ്റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ 9th റാങ്കിങ് ആണ് നമ്മുടെ കോളേജിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, കാരണം 9ാമത്തെ റാങ്കിങ് ആണ് കേരളത്തിൽ. ഹോസ്റ്റൽ കുറച്ച് ദൂരെയാണ് അല്ലേ? ഹോസ്റ്റല് കോളേജിൽ നിന്ന് ദൂരമുണ്ട്, അരമണിക്കൂറുണ്ട്. നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാറുള്ളത്? ട്രെയിനിൽ വന്ന് ഇവിടെ മംഗളൂർ സിറ്റിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ കൊട്ടാര ചൗക്കി അവിടെയാണ് ഹോസ്റ്റൽ. വേറെ ഹോസ്റ്റൽ ഉണ്ട്. ഓക്കെ. അതായത് നമ്മുടെ കോളേജിന് 3 ഹോസ്റ്റലുകൾ വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അവിടുന്ന് നിങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വിളിച്ചു വരും, അങ്ങനെയാണോ? ബസ് സൗകര്യമാണെങ്കിലും അങ്ങനെ ഓട്ടോയിലൊക്കെ വരുന്നത്. അപ്പൊ ആക്സസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. അതായത് കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഉള്ളിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാ ചോദിക്കാൻ കാരണം. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ഡൗട്ടുകൾ ചോദിക്കും, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോവാ. പിന്നെ നമുക്ക് കോളേജ് ബസ് തന്നെ ഉണ്ട് ഹോസ്റ്റലായിട്ടാണെങ്കിലും. അതിനുള്ള ട്രാവലിന്റെ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം കൊണ്ടും ഓക്കെ ആണ് അല്ലെ? നമുക്ക് അഫോർഡബിൾ ഫീസ്, നല്ലൊരു കോളേജിൽ നമുക്ക് മെഡിക്കൽ സയൻസ് അണ്ടറിൽ BPT നഴ്സിംഗ് അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ്. താങ്ക് യു. അപ്പോൾ നമ്മളുടെ കോളേജിൽ വരുന്ന ഫെസിലിറ്റീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റൽ വരുന്നത് ഇവർക്ക് ഓൺ ഹോസ്പിറ്റലല്ല, നമുക്കിവിടെ മെഡിക്കൽ കോളേജിലാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്കൊരു അഫോർഡബിൾ ഫീസിന് നല്ലൊരു ഫെസിലിറ്റിയോട് കൂടെ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ എല്ലാ രീതിയിലുള്ള അംഗീകാരങ്ങളും ഉള്ള കോളേജാണ്. 95% മലയാളി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ മംഗലാപുരത്ത് നല്ലൊരു കോളേജിൽ നല്ല അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മസൂദ് കോളേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ കോളേജിലേക്ക് ഡയറക്റ്റ് വരാവുന്നതാണ്. അതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.